പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 കുംഭമാസം 27-ാം തീയതി, അതായത് 2025 മാർച്ച് 11-ാം തീയതി ചൊവ്വാഴ്ച. മാർച്ച് 11-ാം തീയതി ചൊവ്വാഴ്ച തൃശ്ശൂരിലെ സൂര്യോദയം കാലത്ത് 6:37-നും അസ്തമയം വൈകിട്ട് 6:32-നുമാകുന്നു. നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാളത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. നാം മനസ്സിലാക്കണം, നാളത്തെ ദിനം മംഗളവാരം, ചൊവ്വാഴ്ച അത്ര അനുകൂലമായ ദിവസമല്ല ഒരു ശുഭകാര്യങ്ങൾക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആയില്യം നക്ഷത്രമാണ്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതക്കിൽ വിലയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്ന്. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, മുപ്പൂരം പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട, ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാറില്ല തന്നെ. അതിനാൽ ചൊവ്വാഴ്ച, ആയില്യം നക്ഷത്രം, ശുഭകാര്യങ്ങൾക്കൊന്നും നാളത്തെ ദിനം നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതില്ല. നാളത്തെ ദോഷ സമയവും നക്ഷത്രവും വരുമ്പോൾ ഹൗ ടു ഓവർകം, അതിനെങ്ങനെ തരണം ചെയ്യാം എന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് കാലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോകാം, ചൊവ്വാഴ്ചയാണ്. അപ്രകാരം തന്നെ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകാം, ചൊവ്വാഴ്ച. പ്രത്യേകതയുണ്ട്, ആയില്യം നക്ഷത്രമാണ്. ആയില്യം സർപ്പസാന്നിധ്യമുള്ള നക്ഷത്രമാണ്. അതിനാൽ വൈകിട്ട് നിങ്ങൾക്ക് സർപ്പബലി, ആയില്യപൂജ സർപ്പക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണകരമാകുന്നു. ആയില്യം നക്ഷത്രത്തിൽ അധിപനായ ഗ്രഹം ബുധനാകുന്നു. വൈകിട്ട് നരസിംഹക്ഷേത്രത്തിൽ പാനകം അല്ലെങ്കിൽ തുളസിമാല വഴിപാട് ചെയ്യുന്നത് ശത്രു സംബന്ധമായ ക്ലേശങ്ങൾക്കും മാനസികമായ സ്വസ്ഥതക്കും വളരെയധികം പരിഹാരമാണ്. നരസിംഹക്ഷേത്രത്തിൽ മാത്രമാണ് പാനകമെന്ന വഴിപാടുള്ളത്. പാനകം എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരമാണ്. പാനകം കഴിപ്പിക്കുക നരസിംഹക്ഷേത്രത്തിൽ. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഉത്തേജകമായ ഒരു മരുന്നായി, ഔഷധമായി തീരുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.